ജ്യോതിഷത്തിൻ്റെ ആർക്കും മനസ്സിലാക്കാവുന്ന പ്യുവർ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നോക്കൂ, ശാസ്ത്രീയം എന്നാൽ 3+4=7 എന്നായിരിക്കണം എന്നില്ല. തുടർച്ചയായ നിരീക്ഷണങ്ങളെയും പാഠങ്ങളെയും നിഗമനങ്ങളെയും അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച് വയ്ക്കുന്നതിനെയാണ് ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ പോലെ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രമായത്, സൈക്കോളജി മനഃശാസ്ത്രമായത്, കർണാടക സംഗീതം ശാസ്ത്രീയ സംഗീതമായത്, ലൈബ്രറി സയൻസ് ഉണ്ടായത്. കാരണം ഇവിടെയെല്ലാം തുടർച്ചയായ നിരീക്ഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഡേറ്റകളുടെ കൃത്യമായ ക്രമീകരണമുണ്ട്. സയൻസ് കോർണറിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാസ്ത്രീയ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെഗ്രിഗേഷൻ, കാറ്റഗറൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അഥവാ തരംതിരിക്കൽ. ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ആദ്യ ഘട്ടമാണ് നക്ഷത്രങ്ങൾ. രാശിചക്രത്തിലൂടെയുള്ള ചന്ദ്രൻ്റെ ചലനം ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ 27 ദിവസം എടുക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിരുന്നല്ലോ. ആ 27 ദിവസങ്ങൾക്ക് ഓരോ പേരിട്ട് അറിയപ്പെടുന്നതാണ് അശ്വതി, ഭരണി, കാർത്തിക മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ. 27 ദിവസം കൂടുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ആവർത്തിച്ചു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അതായിരിക്കും ആ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം. അപ്പോൾ വേറൊരു സംശയം വരും, ഈ നക്ഷത്രങ്ങളെ 2.25 വെച്ച് 12 മാസങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ മാസവും എങ്ങനെ ഇതെല്ലാം ആവർത്തിച്ചു വരും എന്ന് ഈ 12 മാസങ്ങൾ എന്നത് സൂര്യൻ്റെ ചലനത്തിനനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രനെ പോലെ സൂര്യനും എല്ലാ നക്ഷത്രങ്ങളിലൂടെയും കടന്നു പോകും. ചന്ദ്രൻ ഒരു രാശി കടക്കാൻ 2.25 ദിവസം എടുക്കുമെങ്കിൽ സൂര്യന് അത് 1 മാസമാണ്. അപ്പോൾ ചന്ദ്രന് ഒരു നക്ഷത്രം കടന്നു പോകാൻ 1 ദിവസം മതിയെങ്കിൽ സൂര്യന് 13 ദിവസം വേണം. അങ്ങനെ സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ചാണ് നക്ഷത്രങ്ങളെ 12 രാശികളിലായി വിഭജിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ നക്ഷത്രം അവിട്ടമാണ്. അത് അരവീതം മകരം രാശിയിലും കുംഭം രാശിയിലുമായാണ് കിടക്കുന്നത്. അത് ഫിക്സഡാണ്, മാറില്ല. പക്ഷേ ഞാൻ ജനിച്ചത് മേടമാസത്തിലാണ്. മേടമാസത്തിൽ, അതായത് സൂര്യൻ മേടത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ എൻ്റെ നക്ഷത്രമായ അവിട്ടത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ജനിച്ചത്. എന്നാൽ സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് നക്ഷത്രങ്ങളുടെ സ്ഥാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ നക്ഷത്രമായ അവിട്ടം മകരത്തിലും കുംഭത്തിലുമായിട്ടാണ് വരിക. അവയെ കൂറുകൾ എന്നാണ് വിളിക്കുന്നത്. അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചതുകൊണ്ട് ഞാൻ മകരക്കൂറായി. അതായത് ഏതു മാസത്തിൽ ജനിച്ചാലും അവിട്ടം നക്ഷത്രമാണെങ്കിൽ മകരം അല്ലെങ്കിൽ കുംഭം കൂർ ആയിരിക്കും. എന്നാൽ ഇങ്ങനെ പകുത്തു പോകാത്ത നക്ഷത്രങ്ങളും ഉണ്ട്. ഉദാഹരണം അശ്വതി. നിങ്ങളുടേത് അശ്വതി നക്ഷത്രമാണെങ്കിൽ നിങ്ങൾ മേടക്കൂർ ആണ്. അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ പൂർണ്ണമായും ഒരു രാശിയിലാണെങ്കിൽ കാർത്തിക, മകയിരം, പുണർതം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ 2 രാശികളിലായാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ ഏതു കൂറ് എന്നുകൂടി പറയേണ്ടി വരും. ആ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ എത്രത്തോളം പോയിട്ടുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കി തന്നെയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ആ കണക്കുകളൊക്കെ വളരെ കൃത്യമാണ്. ആ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ കണക്കുകളുണ്ട്, കൃത്യമായ അരിത്തമെറ്റിക്സാണ്, കൃത്യമാണത്. ഇതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ 27 തരം മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല, അതൊരു ഇനിഷ്യൽ സ്ക്രീനിങ് മാത്രമാണ്. മറ്റൊരു ബേസിക് കാൽക്കുലേഷൻ സമയമാണ്.
ജ്യോതിഷത്തിൽ ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കല്ല, സൂര്യൻ ഉദിക്കുമ്പോഴാണ്. ഉദയം മുതൽ ഉദയം വരെയാണ് ഒരു ദിവസം. അതുപോലെ സമയം കണക്കാക്കുന്നത് മിനിറ്റുകളിലും മണിക്കൂറുകളിലുമല്ല, നാഴിക വിനാഴികകളിൽ ആണ്. 60 നാഴികയാണ് ഒരു ദിവസം, 60 വിനാഴികയാണ് ഒരു നാഴിക. മണിക്കൂർ മിനിറ്റുകളിലേക്ക് മാറ്റിയാൽ 2.5 വിനാഴിക ഒരു മിനിറ്റ്, 2.5 നാഴിക ഒരു മണിക്കൂർ. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി വികസിപ്പിച്ച സമയസങ്കല്പമാണിത്. മേൽ പറഞ്ഞതുപോലെ സൂര്യനും ചന്ദ്രനും കൂടാതെ എല്ലാ ഗ്രഹങ്ങളും ഈ 12 രാശികളിലൂടെയും 27 നക്ഷത്രങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ കാൽക്കുലേഷനുകൾക്ക് വേണ്ടി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനമാണ് എടുക്കാറുള്ളത്. അവയെയാണ് ഗ്രഹരാജാക്കന്മാർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നേരിട്ട് വളരെ എളുപ്പം അനുഭവവേദ്യമാകുന്നതും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങളാണല്ലോ. മറ്റുള്ള ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പലപ്പോഴും ഈ ഗവേഷണ ഉപയോഗത്തിന് വേണ്ടിയും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ള സാധാരണ വ്യവഹാരങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ല. സൂര്യന് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 2 അപ്പേരൻ മോഷൻ ഉണ്ടല്ലോ. ആദ്യത്തേത് എന്നുമുള്ള കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുക എന്നതും, 2 ഒരു വർഷം കൊണ്ട് ഖഗോളത്തിലൂടെ ചുറ്റുക എന്നതും. ഖഗോളം എന്നത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്, അത് നോക്കുമല്ലോ. അപ്പോൾ ദിവസേന ഈ ഖഗോളം ഭൂമിയെ ഒരു പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ 12 രാശികളും 60 നാഴിക കൊണ്ട്, അതായത് 24 മണിക്കൂർ കൊണ്ട് ഉദിച്ചസ്തമിക്കുന്നുണ്ട്. ഇതിപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ സൂര്യൻ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യനോടൊപ്പം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കർക്കിടകം രാശിയാണ്. അതിന് പിന്നാലെ ചിങ്ങം, അതിന് പിന്നാലെ കന്നി, അങ്ങനെ 24 മണിക്കൂർ അഥവാ 60 നാഴിക കൊണ്ട് ഒന്നൊന്നായി 12 രാശികളും ഉദിക്കുകയും 12 മണിക്കൂറിന് ശേഷം അസ്തമിക്കുകയും ചെയ്യും. ഇനി എന്താണ് ഗ്രഹനില എന്ന് നോക്കാം. സൂര്യചന്ദ്രന്മാരെ പോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളും രാശിചക്രത്തിലൂടെ വിവിധ വേഗതകളിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ആ കുട്ടിയുടെ ഗ്രഹനില. ജനിച്ച സ്ഥലം, സമയം എന്നിവ വെച്ചിട്ടാണ് ഗ്രഹനില കണക്കാക്കുന്നത്. കാരണം സ്ഥലത്തിനനുസരിച്ച് സൂര്യോദയത്തിൻ്റെ സമയം വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എൻ്റെ ഗ്രഹനില കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ഗ്രഹനില. ഞാൻ ജനിച്ച സ്ഥലം, ആ സ്ഥലത്തിൻ്റെ അക്ഷാംശം, രേഖാംശം, ആ സമയം, ഇതെല്ലാം വെച്ചപ്പോൾ ആ സമയത്തെ ഗ്രഹങ്ങളുടെ അവസ്ഥയാണ് ഇത് കണ്ടില്ലേ, 9 ഗ്രഹങ്ങളും ഇതിലുണ്ട്. ഗുരു എന്ന് പറയുന്നത് വ്യാഴം, കുജൻ എന്ന് പറയുന്നത് ചൊവ്വ, മന്ദൻ എന്ന് പറയുന്നത് ശനി, ചന്ദ്രൻ, സർപ്പൻ എന്ന് പറയുന്നത് രാഹു, രവി എന്ന് പറയുന്നത് സൂര്യൻ, ബുധൻ, ശുക്രൻ. ഇത്രയും വേണം. രാഹു, കേതു, രാഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കേതു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു സംശയം തോന്നുന്നത്, എന്താണപ്പോൾ ഈ ലഗ്നം എന്ന് പറയുന്നത്? ലഗ്നം ഇവിടെ പറഞ്ഞല്ലോ, വീഡിയോയിൽ പറഞ്ഞല്ലോ. അതായത് ഈ 12 രാശികളും ദിവസേന ഉദിച്ചസ്തമിക്കുന്നുണ്ട്. 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ട് 12 രാശികളും ഉദിച്ചസ്തമിക്കും. സൂര്യൻ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയായിരിക്കും ആദ്യം ഉദിക്കുക. ഇത് സൂര്യൻ, രവി നിൽക്കുന്നത് മേടത്തിലാണ്. ഈ മേടമാസത്തിലാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ടാണ് ഈ സൂര്യൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ മേടമാസത്തിൽ ഈ സൂര്യനോടൊപ്പം ഉദിക്കുന്ന രാശിയാണ് മേടം. അതിനുശേഷം ഇടവമുദിക്കും, അതിനുശേഷം മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി. ഈ ലഗ്നം കന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച സമയത്ത് ഉദിച്ചു നിൽക്കുന്നത് ഈ കന്നി രാശിയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ജനിച്ച സമയം നമുക്ക് കിട്ടും. രാവിലെ ഏകദേശം ഒരു 6:30 സൂര്യൻ ഉദിക്കുക ഏകദേശം. അങ്ങനെയെങ്കിൽ 6:30 കഴിഞ്ഞ് പിന്നെ ഇത്രയും രാശികൾ ഉദിച്ച് ഇവിടെ വരുമ്പോഴേക്ക് ഏകദേശം ഒരു 3-3:30 സമയമാകും. ഞാൻ ജനിച്ചതും ഏകദേശം ആ സമയമാണ്. പിന്നെ ഇത് ഇങ്ങനെയാണ് പോവുക. ഈ ലഗ്നം എന്ന് പറയുന്ന ഇത്
എപ്പോൾ ജനിച്ച സമയമനുസരിച്ച് ഇപ്പം ഞാൻ ജനിച്ചിരുന്നത് രാവിലെ ആയിരുന്നുവെങ്കിൽ എൻ്റെ ലഗ്നം ഇവിടെ ആകുമായിരുന്നു. വൈകുന്നേരം സന്ധ്യയാകാറാകുമായിരുന്നെങ്കിൽ എൻ്റെ ലഗ്നം ഇവിടെ ആകുമായിരുന്നു. ഇനി രാത്രി എപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ആകുമായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചത് ഏകദേശം ഒരു 3:30-4 മണി സമയമായതുകൊണ്ടാണ് ലഗ്നം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ ജാതകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയുക. എന്ന് വെച്ചാൽ ഈ ലഗ്നത്തിനെ കണക്കാക്കുന്നത് 1, ഈ ലഗ്നത്തിൻ്റെ 1-ൽ അപ്പോൾ ഈ 1, ഇത് ലഗ്നത്തിൻ്റെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ജാതകത്തിൻ്റെ ഫലങ്ങൾ, ഭാവി ഫലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവചനം, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിന് പകരം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തമ്പ് ഇംപ്രഷൻ പോലെ അയാളുടെ എല്ലാമാണ്. അയാളുടെ ഒരു ബയോഡേറ്റയുടെ ഒരു ചുരുക്ക റെപ്രസെൻറ്റേഷനാണ് ഈ ജാതകം, ഈ ഗ്രഹനില എന്ന് പറയുന്നത്. അതിൽ ഓരോ ഭാവം, ലഗ്നം എന്ന് പറയുന്നത് 1-ാം ഭാവമാണ്. ഇത് 2, 3, 4 ഓരോ ഭാവത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇത് ഈ ലഗ്നത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ടത് അയാളുടെ ശരീരപ്രകൃതി, ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വപുത്സ തത്സർവം ചിന്തനീയം വിലഗ്നത. എങ്ങനെയാണ്? അതായത് ദേഹസ്യ സൗഷ്ഠവം, ഒരാളുടെ ശരീരപ്രകൃതി, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, സുഖം, ഇതെല്ലാം ഈ ലഗ്നത്തിനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഓരോ ഭാവത്തിനും 7നെ കൊണ്ട് ചിന്തിക്കേണ്ടത് കളത്രസ്ഥാനം, അതേപോലെ വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ജ്യോതിഷപ്രകാരം. അങ്ങനെ ഓരോ ഭാവത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇങ്ങനെയാണ്. അപ്പം അതിനനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ 2-ാം ഭാവത്തിൽ വരുന്നത് വ്യാഴമാണ്. 2-ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം ധനകുടുംബസ്ഥാനമാണ്. അവിടെ വ്യാഴമാണ് വരുന്നത്. 3-ാം സ്ഥാനം കുജൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്കെല്ലാം അതിൻ്റെ ഇവിടെ പറഞ്ഞതുപോലെ സ്വക്ഷേത്രം, ഉച്ചസ്ഥാനം, നീചസ്ഥാനം എന്നിവയുമുണ്ട്. ഇപ്പം സൂര്യനെ സംബന്ധിച്ചിടത്തോളം സ്വക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങമാണ്. എന്നാൽ അതിൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മേടമാണ്. നീചക്ഷേത്രം എന്ന് പറയുന്നത് തുലാമുമാണ്. അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും നീചക്ഷേത്രം വരിക. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കുമുണ്ട്, എല്ലാ ഗ്രഹങ്ങൾക്കുമുണ്ട്. ഇത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ്. സൂര്യനും ചന്ദ്രനും ഓരോ സ്വക്ഷേത്രം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും 2 സ്വക്ഷേത്രം വീതമുണ്ട്. ചൊവ്വയ്ക്ക് ഈ മേടവും വൃശ്ചികവുമാണ് സ്വക്ഷേത്രം. ചന്ദ്രൻ്റെ സ്വക്ഷേത്രം ഈ പറഞ്ഞതുപോലെ കർക്കടകമാണ്. അതുപോലെ ശനിയുടെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മകരവും കുംഭവുമാണ്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ധനുവും മീനവുമാണ്. അങ്ങനെയല്ല, ആ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന് കൂടുതലുണ്ടാകും. നീചക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലം കുറവുണ്ടാകും. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വളരെ കൂടുതലുണ്ടാകും. ഇങ്ങനെയുള്ള ആ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായൊരു സംശയം, ഞാൻ ജനിച്ച അതേ സമയത്ത് അതേ ആശുപത്രി എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും? അപ്പോൾ അവരുടെ എല്ലാം ഗ്രഹനില ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും ആയിരിക്കും, ഒരു സംശയവുമില്ല. ഇത് തന്നെയായിരിക്കും. അതേ ആശുപത്രിയിൽ അതേ സമയത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും ഗ്രഹനില ഇങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ അപ്പോൾ എന്താണ് എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത്? ഓരോരുത്തരും മറ്റൊരാളെ പോലെ ആവില്ലല്ലോ. ഇല്ല, അതും സത്യമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ സ്ക്രീനിങ് മാത്രമാണ്. ഇതിന് ശേഷം ഇപ്പോൾ ഈ ലഗ്നം എടുക്കുന്നു. ആ ലഗ്നം ഈ രാശിയിൽ കൂടി എത്ര മൂവ് ചെയ്തിരിക്കുന്നു? ഓരോ വ്യാഴത്തിൻ്റെയും ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ രാശിയിലെയും ചലനം സൂക്ഷ്മാംശത്തിൽ കുറഞ്ഞതൊരു മൈക്രോ സെക്കൻഡുകളുടെയെങ്കിലും വ്യത്യാസം ഇതിൻ്റെ അകത്തുണ്ടാകും.
ആ സൂക്ഷ്മവംശി ഇതിൻ്റെ അപ്പുറത്തേതാണ് നവാംശകം എന്ന് പറയും. ഇത് കുറച്ചുകൂടെ ഈ ഗ്രഹനില കുറച്ചുകൂടി റിഫൈൻ ചെയ്ത നവാംശകമുണ്ട്, ഭാവമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭാവവും നവാംശകവും നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമുണ്ടാകും. അത് കണക്കുകളുടെ സങ്കീർണതയാണത്. ആ കണക്കുകളുടെ ഉള്ളിലേക്ക് നമ്മൾ പോകാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരാളിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത്. ഈ ഗ്രഹനില എൻ്റെ ജീവിതാന്ത്യം വരെ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. എന്നും എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അത് മാറില്ല. DNA പോലെയാണത്. ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ച 2 മക്കൾക്ക് ഒരേ DNA ഉണ്ടാകും. DNA സാമ്യമുണ്ടാകും, പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യസ്തതകളും ഉണ്ടാകും. എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രഹനില എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ DNA, അസ്ട്രോളജിക്കൽ DNA ആണ്. ഇനി എൻ്റെ ജനനം ഹൈദരാബാദിലാണ്. ഇനി ഞാൻ ജനിച്ചത് ഹൈദരാബാദിലല്ല, ഈ കേരളത്തിലെവിടെയെങ്കിലും ആയിരുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ എൻ്റെ ഈ ലഗ്നം ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. അത് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ജനിക്കുന്ന സ്ഥലം, സമയം അനുസരിച്ച് ഈ ലഗ്നം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ ഈ ഗ്രഹങ്ങളുടെ അവസ്ഥയ്ക്കുമുണ്ടാകും. കാരണം ആദ്യമേ പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഓരോ സ്ഥാനത്ത് നിന്ന് നിരീക്ഷിക്കുമ്പോഴും ഈ ഗ്രഹങ്ങളെ കാണുന്നത് വ്യത്യസ്ത സ്ഥാനങ്ങളിലാവും. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം ജനിക്കുന്ന സമയവും സ്ഥലവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നോക്കൂ, ഇതിൽ ഈ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാണ്? മകരം രാശിയിലാണ് നിൽക്കുന്നത്. ഈ മകരത്തിൽ ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഏതൊക്കെയാണ് മകരത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര ഭാഗം. അവിട്ടത്തിൻ്റെ ബാക്കി ഭാഗം കിടക്കുന്നത് ഇവിടെയാണ്. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്നത് മകരത്തിലായതുകൊണ്ട് എൻ്റെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ 3-ൽ ഏതെങ്കിലും ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണത്. ആ അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ഞാൻ ജനിച്ചതുകൊണ്ട് ചന്ദ്രൻ ഇവിടെ വന്നു. അവിട്ടത്തിൻ്റെ 2ാം പകുതിയിലായിരുന്നു ജനിച്ചതെങ്കിൽ ചന്ദ്രൻ ഇവിടെ വരുമായിരുന്നു. ഇനി ഇൻകേസ് തിരുവോണത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഇവിടെ തന്നെയേ ഉണ്ടാവുള്ളൂ. ചതയത്തിലാണ് ജനിച്ചതെങ്കിൽ ഇവിടെ തന്നെയാണെന്നുള്ള ഒരു ഉറപ്പാണ്. അവിട്ടത്തിലായതുകൊണ്ട് ഇവിടെയോ ആകാം, പക്ഷേ എൻ്റേത് ഇവിടെയാണുള്ളത്. ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണ് ഗ്രഹനില എന്ന് മനസ്സിലായില്ലേ? അതായത് ഒരാളുടെ ഗ്രഹനില എന്നത് അയാളുടെ തമ്പ് ഇംപ്രഷൻ പോലെ സ്പെസിഫിക് ആണ്. അപ്പോൾ മറ്റൊരു ചോദ്യവും സ്വാഭാവികമായി ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ ഒരേ സമയം ഒരേ സ്ഥലത്ത് ജനിച്ച 2-3 പേരുടെ ജാതകവും ഒന്നായിരിക്കില്ലേ എന്ന്. നോക്കൂ, ഒരിക്കൽ കൂടി പറയുന്നു, ഗ്രഹനില എന്നത് ഒറ്റ നോട്ടത്തിലെ അടയാളപ്പെടുത്തലുകളാണ്. കൂടുതൽ സൂക്ഷ്മമായി ഓരോ രാശിയിലും സെക്കൻഡുകളുടെയും മൈക്രോ സെക്കൻഡുകളുടെയും വ്യത്യാസത്തിൽ സംഭവിച്ച മാറ്റങ്ങളുണ്ട്. അത് സൂക്ഷ്മമായ വിശകലനത്തിലാണ് ഉണ്ടാവുക. ഒരേ ലേബർ റൂമിൽ ജനിച്ച കുട്ടികൾ എല്ലാം കാഴ്ചയിൽ ഒരുപോലെ ഉണ്ടാകില്ലേ? എന്നാൽ അവർ വ്യത്യസ്തരുമല്ലേ? ആശുപത്രികളിൽ കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ? മാതാവിന് പോലും മാറിപ്പോയ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും നല്ല സമയവും ചീത്ത സമയവുമുണ്ട്. അത് ഉറപ്പാണല്ലോ. ചില സമയത്ത് എന്ത് ചെയ്താലും എത്ര അധ്വാനിച്ചാലും ഫലമുണ്ടാവില്ല. അതുമാത്രമല്ല, വിപരീത ഫലമുണ്ടാവുകയും ചെയ്യും. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഗുണമുണ്ടാകും. ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാത്ത ആരുമുണ്ടാവില്ല. ആർക്കും ഇത് നിഷേധിക്കാനും കഴിയില്ല. അങ്ങനെ എപ്പോഴോ ആൾക്കാരുടെ ഈ അനുഭവങ്ങളെ തുടർച്ചയായി നിരീക്ഷിച്ചപ്പോൾ പലർക്കും പൊതുവായ ചില ഘടകങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ചിലർക്ക് 12 വർഷം നീണ്ട നല്ല സമയം കഴിഞ്ഞാൽ 20 കൊല്ലം മോശം സമയം, ഇടയ്ക്ക് സമ്മിശ്രമായ അനുഭവം എന്നൊക്കെ കണ്ടെത്തി. മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ സമയത്തിൻ്റെ ഒഴുക്കിനെ രേഖപ്പെടുത്തി പഠിച്ചപ്പോൾ ഖഗോളത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്ക് തുല്യമായ സമയക്രമവുമായി ഇവ പലപ്പോഴും ഒത്തുപോകുന്നു എന്നും നിരീക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണ് ദശാകാലങ്ങൾ എന്ന സങ്കല്പമുണ്ടായത്.
ആദിത്യൻ 6, ശശി 10, 7 ചൊവ്വ, 18 പാമ്പ്, 16 ബൃഹസ്പതിശ്ച, 19 ശനി, ബുധന് 17 മാത്രം, കേതുവിന് 7, 20 ശുക്രനന്ത്യം. ഇങ്ങനെയാണ് ഈ ദശാകാലങ്ങളെ പറയുന്നത്. ആദിത്യൻ 6, ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദശാകാലം എന്ന് പറയുന്നത് 6 വർഷമാണ്. ശശി 10, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രന് 10 വർഷം. 7 ചൊവ്വ, 18 പാമ്പ്, അതായത് പാമ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് രാഹുവിനെയാണ്. രാഹുവിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് 18 വർഷമാണ്. 18 പാമ്പ്, 16 ബൃഹസ്പതിശ്ച, ബൃഹസ്പതി എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ദശാകാലം 16 വർഷമാണ്. 19 ശനി, ശനിക്ക് 19 വർഷം, ബുധന് 17 മാത്രം, കേതുവിനൊരു 7, 20 ശുക്രനന്ത്യം. അവസാനം ശുക്രൻ്റെ ദശാകാലം എന്ന് പറയുന്നത് 20 വർഷമാണ്. ഇത് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ, തലമുറകളും നൂറ്റാണ്ടുകളും നീണ്ട ഗവേഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമായിരിക്കും ഈ കണക്കുകളിൽ എത്തിയിട്ടുണ്ടാവുക. അതുപോലെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ ഈ ഗ്രഹങ്ങൾക്ക് ചില രാശികളിൽ സ്വാധീനം കൂടുതലും കുറവും ഒക്കെയുണ്ട് എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളും ഉച്ച നീച സ്ഥാനങ്ങളും ഉണ്ടായത്. ചിങ്ങം സൂര്യൻ്റെ സ്വക്ഷേത്രവും മേടം ഉച്ചസ്ഥാനവും തുലാം നീചസ്ഥാനവുമാണ്. ചിങ്ങത്തിലും മേടത്തിലും സൂര്യൻ്റെ സ്വാധീനം വളരെ കൂടുതലും തുലാത്തിൽ വളരെ കുറവുമാണ്. അങ്ങനെ 12 ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്ര ഉച്ച നീച സ്ഥാനങ്ങളുണ്ട്. ഓർക്കുക, ഇവ അങ്ങകലെ സഞ്ചരിക്കുന്ന പ്ലാനറ്റ് എന്ന ഭൗതിക വസ്തു ഭൂമിയിലെ മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനമായി അല്ല മനസ്സിലാക്കേണ്ടത്. ഈ സമയങ്ങൾക്ക് അതിൻ്റെ കാലവുമായി യോജിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ പേര് ഇട്ടു എന്നു മാത്രം. സുശീല, പുരുഷോത്തമൻ, മീനാക്ഷി, ഇങ്ങനെയൊക്കെ നാം പേരുകൾ ഇടാറില്ലേ? ആ പേരിൻ്റെ വാച്യാർത്ഥവുമായി ഇവരുടെ പ്രവൃത്തികൾക്കോ സ്വഭാവത്തിനോ എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? ഗോവിന്ദസ്വാമി എന്ന ഗോവിന്ദച്ചാമിയെ നമുക്കറിയാമല്ലോ. ഗോവിന്ദൻ എവിടെ കിടക്കുന്നു, ഇയാൾ എവിടെ കിടക്കുന്നു. അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു പേരങ്ങ് ഇടുന്നു, അത്രയേ ഉള്ളൂ. അത് ഒരു പ്രത്യേക കാലത്തിന് ശനിയെന്നോ വ്യാഴമെന്നോ പേരിട്ടാൽ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ആ പ്ലാനറ്റുകൾ എന്ന ഭൗതിക വസ്തുക്കളുമായി അവയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ കാലങ്ങൾക്ക് പേര് കൊടുക്കാറുണ്ടല്ലോ, ഇല്ലേ? ജനുവരി 1 മുതൽ 31 ദിവസം ചേർത്ത ഒരു പ്രത്യേക കാലത്തിന് നാം ജനുവരി എന്ന് വിളിക്കും. മറ്റൊരു 28 ദിവസം ചേർന്ന് കഴിഞ്ഞാൽ അതിന് ഫെബ്രുവരി എന്ന് വിളിക്കും. അങ്ങനെ കാലങ്ങൾക്കും നാം പേരുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ കൊടുത്ത പേരുകളാണ് ഇതിൻ്റെ അകത്തെ ഈ ശനിക്കും, ശനി, ബുധൻ, ശുക്രൻ എല്ലാം. അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അതായത് കൂട്ടുകാരെ, 5 മില്യൺ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ചൊവ്വ എന്ന പ്ലാനറ്റും ജാതകത്തിലെ ചൊവ്വ ദോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ചൊവ്വ ദോഷം എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ 7ലോ 8ലോ ചൊവ്വ ശക്തമായി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് സാധാരണഗതിയിൽ ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്നത്. മറ്റ് ചില ഗ്രഹങ്ങളും വന്നാലും പ്രധാനമായിട്ടും ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ, നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയതാവണം അത്, അങ്ങനെയുള്ള വ്യക്തികൾ ഇത്തിരി മുൻകോപം ഉണ്ടാകും, അവർ പെട്ടെന്ന് വളരെ ഇമോഷണലാകും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ സവിശേഷതകൾ പൊതുവെ അങ്ങനെയുള്ള വ്യക്തികളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് ചേരേണ്ടത് അതിന് സമാനമായ അല്ലെങ്കിൽ ആ വേവ് ലെങ്തിലുള്ള വ്യക്തികളായിരിക്കണം എന്ന് മാത്രമേ ഈ ചൊവ്വാദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം ഉണ്ടാകണം എന്നതിനർത്ഥമുള്ളൂ. അല്ലാതെ ഉള്ളതും അല്ലാത്തതുമായ 2 ജാതകങ്ങൾ 2 പേർ വിവാഹം കഴിച്ചാൽ പിറ്റേ ദിവസം ആരെങ്കിലും തട്ടിപ്പോകും എന്നൊന്നുമല്ല. കഴിയുന്നത്ര ആ ഒരു വേവ് ലെങ്ത് മാച്ചിങ് 2 വ്യക്തികൾ തമ്മിൽ ഉണ്ടാകണം എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. അതുമാത്രമേ ഉള്ളൂ. അതിഭീകരമായ ചൂടും പ്രഷറും കാരണം ചുട്ടുപഴുത്ത് കിടക്കുന്ന ശുക്രനും ഭൂമിയിലെ മനുഷ്യരുടെ നല്ല കാലവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ശുക്രദശ എന്നത് ഒരു പേര് മാത്രമാണ്, ഒരു കാലത്തിൻ്റെ പേര് മാത്രമാണ്. വിവിധ വേഗതയുള്ള 9 ഗ്രഹങ്ങൾ, 12 രാശികൾ, 27 നക്ഷത്രങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്നാൽ ആയിരക്കണക്കിന് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ലഭിക്കും.
ഗ്രഹയോഗങ്ങൾ എന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. മനുഷ്യ ജീവിതവും ഈ കണക്കുകളും തമ്മിൽ പലപ്പോഴും അത്ഭുതകരമായ സാദൃശ്യങ്ങൾ കണ്ടതിൽ നിന്നുമാണ് ഒരാളുടെ ജാതകം എന്നത് അയാളുടെ ജീവിതത്തിൻ്റെ സൂചകമാണ് എന്ന് ജ്യോതിഷം പറയുന്നത്. നോക്കൂ, ഈ ഫലങ്ങൾ എന്നത് അബ്സല്യൂട്ടൊന്നുമല്ല, ചില നിഗമനങ്ങളും സൂചനകളും മാത്രമാണ്. നാം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില സൈൻ ബോർഡുകൾ കാണാറില്ലേ? അടുത്തൊരു വളവുണ്ട്, ഇവിടെ സ്പീഡ് ഇത്ര ലിമിറ്റ് ചെയ്തിരിക്കുന്നു, റോഡിലൊരു വരയുണ്ട്, ഈ വര ക്രോസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ. ആ സൂചനകളൊക്കെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ യാത്രയുടെ നമ്മുടെ സുഖകരമായ യാത്രയ്ക്കും നമ്മുടെ ജീവൻ്റെ പരിരക്ഷയ്ക്കും വേണ്ടിയാണ്. അതനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ നമുക്ക് ചെയ്യാം, ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ നമുക്ക് ചെയ്യാം. നമുക്കൊന്നും സംഭവിച്ചു ഒന്നും വരില്ല. ഇപ്പം നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആ വിമാനം പുറപ്പെടുന്നതിന് മുൻപ് എയർ ഹോസ്റ്റസുമാർ വന്ന് ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരാറില്ലേ? ചില ക്ലാസ്സുകൾ എടുക്കാറില്ലേ? എങ്ങനെയാണ് മാസ്ക് വെക്കേണ്ടത്, വിമാനം ഒരു അപകടത്തിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കണം, എവിടെയൊക്കെയാണ് ഡോറുകളുള്ളത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോർ എങ്ങനെ തുറക്കണം, വിമാനം വെള്ളത്തിൽ ലാൻഡ് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ തരാറില്ലേ? ഇങ്ങനെയുള്ള ഒരു ടോക്ക് നമുക്ക് തരാറില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ആരും അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷേ അവരിത് തന്നുകൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിച്ചാൽ നല്ലത്. ഞാനത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പോകുമ്പോഴൊക്കെ ഞാനത് കൗതുകത്തോടെ ശ്രദ്ധിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ അത് നമ്മുടെ ചോയ്സാണ്. ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൂടെ റാഷണലായി ഒന്ന് കടന്നുപോയാൽ തന്നെ മനസ്സിലാകും എത്രയോ കാലത്തെ നിരീക്ഷണങ്ങളെ ക്രോഡീകരിച്ചാണ് ഈ നിഗമനങ്ങളിലേക്കും കണക്കുകളിലേക്കും എത്തിയത് എന്ന്. മനുഷ്യ ജീവിതങ്ങളെ നൂറ്റാണ്ടുകളോളം നിരീക്ഷിച്ച് കണ്ടെത്തിയ നിഗമനങ്ങളാണിവ. തുടർച്ചയായ വൈദേശിക അധിനിവേശത്തിലൂടെ അന്യം നിന്നുപോയ ഒന്നാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഇതിൽ ഉദാഹരണങ്ങളും പ്രതീകങ്ങളും ഉപമകളും എല്ലാം വെച്ചാണ് കാര്യങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഭൂതസംഖ്യ എന്നൊരു സിസ്റ്റമുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ സംഖ്യകൾ സൂചിപ്പിക്കാൻ പറയുന്നത് ചില പ്രതീകങ്ങളെയാണ്. ഇപ്പോൾ നേത്രം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. നമുക്ക് 2 കണ്ണല്ലേ ഉള്ളത്. അവിടെ ആ വാക്ക് പറയേണ്ട കാര്യമേ ഇല്ല, എങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശിരസ് എന്നാൽ ആദിത്യൻ എന്നാൽ 1, ശരം എന്നാൽ 5, ഗ്രഹം എന്നാൽ 9, വേദം എന്നാൽ 4, മൂർത്തി എന്നാൽ 3. സമർപ്പണത്തോടെ പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു സിസ്റ്റമാണിത്. ഈ രീതിയിലാണ് ഭാരതീയ വിജ്ഞാനങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വ്യാഴം എന്നാൽ 12 എന്നും ശനി എന്നാൽ 20 എന്നുമൊക്കെ മനസ്സിലാക്കുക. നമ്മൾ കാലങ്ങളായി പിന്തുടരുന്നത് യൂറോസെൻട്രിക്കായ നോളജ് സിസ്റ്റമാണ്. അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് വെച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അബദ്ധങ്ങൾ പിണയുന്നത്. എങ്ങാണ്ട് കിടക്കുന്ന ചൊവ്വയും ശുക്രനുമൊക്കെ കല്യാണം മുടക്കുകയും നടത്തുകയുമൊക്കെ ചെയ്യുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. നോക്കൂ, പുരാതന ഭാരതത്തിൽ ജ്യോതിഷത്തെ കല്യാണത്തിനും ഗ്രഹപ്പൊരുത്തം നോക്കാനും ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ആയുർവേദത്തിൽ രോഗിയെ പഠിക്കാൻ, പിന്നെ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും ഒക്കെ സമയം നിശ്ചയിക്കാൻ, കലണ്ടറുകൾ തയ്യാറാക്കാൻ ഒക്കെയായിരുന്നു ജ്യോതിഷം ഉപയോഗിച്ചിരുന്നത്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പുരാണങ്ങളിൽ ഏതെങ്കിലും കല്യാണം ജാതകം നോക്കി നടന്നിട്ടുണ്ടോ? മിക്കവാറും എല്ലാം സ്വയംവരമായിരുന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലായിരുന്നു. അല്ലാതെ 2 വീട്ടുകാരിരുന്ന് പരസ്പരം ആലോചിച്ച് ജ്യോത്സ്യനെ വിളിച്ച് ജാതകപ്പൊരുത്തമൊക്കെ നോക്കി കല്യാണം നടന്ന ഒരു സംഭവവും ഒരു പുരാണങ്ങളിലും നാം വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടങ്ങളിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. ജ്യോതിഷം സാധാരണ വ്യവഹാരങ്ങളിലേക്ക് വന്നിട്ട് ഒരു 100-150 കൊല്ലത്തിൽ കൂടുതലായിട്ടില്ല. അല്പജ്ഞാനികളും അഹങ്കാരികളുമായ ജ്യോതിഷികൾ ഇതിനെ ഉപയോഗിക്കുന്നത് ദുർബല മനസ്സുകളെ ഭയപ്പെടുത്തി പണമുണ്ടാക്കാനാണ്. അവരാണ് മഹത്തായ ഈ ഭാരതീയ വിജ്ഞാനത്തെ അപഹാസ്യമാക്കുന്നത്. വർഷങ്ങളുടെ അധ്വാനവും തപസ്സും സമർപ്പണവും കൊണ്ട് മാത്രമേ ഏതൊരു വിജ്ഞാനത്തിലും ജ്യോതിഷത്തിലും ഒരാൾക്ക് പ്രാവീണ്യം നേടാൻ കഴിയൂ. MBBS പാസ്സായ ഒരാൾക്ക്
പിറ്റേ ദിവസം ഒരു നല്ല ഡോക്ടറാകാൻ കഴിയില്ലല്ലോ. ആകണമെങ്കിൽ എത്രയോ കാലത്തെ അധ്വാനവും സമയവും വേണം. മാസികകളിൽ വരുന്ന ആഴ്ചഫലങ്ങൾ, ജ്യോതിഷ ചാനലുകളിലെ മണ്ടത്തരങ്ങൾ എല്ലാം ശുദ്ധ തട്ടിപ്പാണ് സുഹൃത്തുക്കളെ, സംശയമൊന്നും വേണ്ട. നോക്കൂ, ജ്യോതിഷം ഫോളോ ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇത് ഫോളോ ചെയ്യുന്നുമില്ല. ഇത് ഫോളോ ചെയ്തില്ല എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊരു വമ്പൻ ജനകീയതയ്ക്ക് വേണ്ടിയുള്ളതല്ല ഇത്. സുഖദുഃഖങ്ങളും കയറ്റിറക്കങ്ങളും മാറി മാറി വരുന്ന മനുഷ്യജീവിതത്തിൽ മനഃശാസ്ത്രപരമായ പിന്തുണയ്ക്കും ആത്മവിശ്വാസത്തിനും നമ്മൾ പല രീതികൾ ആശ്രയിക്കാറുണ്ട്. ചിലർ പുസ്തകം വായിക്കുന്നു, ചിലർ യാത്ര ചെയ്യുന്നു, ഇഷ്ടമുള്ളവരുമായി സംസാരിക്കുന്നു, ചിലർ മദ്യപിക്കുന്നു. ചിലർക്ക് ജ്യോതിഷം വളരെ വലിയ ഒരു സൈക്കോളജിക്കൽ സ്ട്രെങ്താണ്. ഇത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു നോളജ് സിസ്റ്റമാണ്. ഇന്ന് ഇതാവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമുള്ളവർ പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അശോകൻ്റെ കാലത്തെയും അക്ബറിൻ്റെ കാലത്തെയും ഒക്കെ ഭരണപരിഷ്കാരങ്ങൾ ഈ ജനാധിപത്യ കാലത്ത് ധാരാളം പേര് പഠിക്കുന്നില്ലേ? ഇക്കാലത്തും MBBS കഴിഞ്ഞ് ഡോക്ടറാകണമെങ്കിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസിൻ്റെ വാചകങ്ങൾ ഉദ്ധരിച്ച് സോക്രട്ടീസ് ഓത്ത് എടുക്കണ്ടേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേ കൂട്ടുകാരെ, മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ ലഘൂകരിച്ച് ജീവിതം സുന്ദരമാക്കാനുള്ള അനേകം മനഃശാസ്ത്ര മാർഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന ഗജ ഫ്രോഡുകളെ കണ്ട് ഈ നോളജ് സിസ്റ്റത്തെ അപമാനിക്കണോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാരമ്പര്യ വിജ്ഞാനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും. നമ്മുടെ യുക്തിയും ചിന്തയും ഉപയോഗിച്ച് നല്ലതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. ഇതോടെ ജ്യോതിഷത്തെ പറ്റിയുള്ള ഈ വീഡിയോകൾ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.